അവളുണ്ടല്ലോ ആ ഗാഥാ ശ്രീനിവാസ്, അവൾ ഈ വേഷമിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ചന്തമുണ്ട് എന്റെ മോൾക്ക്. അല്ലേ ഇവിടെട്ടാ? പിന്നല്ലാതെ അതിന് നമ്മുടെ മോളുടെ സൗന്ദര്യമൊക്കെ നിന്റെ അല്ലേ കിട്ടിയിരിക്കുന്നു. ആണോ? ഓ ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. എടി ബൂസ്റ്റാ, നവീന് ബൂസ്റ്റ് എന്ത് ഇഷ്ടാന്ന് നിനക്കറിയാലോ. ഇഷ്ടപ്പെട്ട വേഷത്തില് അവന് കുടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നീ അങ്ങ് ചെല്ല്. കൊഴപ്പാകും അമ്മ. എടി അവന്റെ മനസ്സിൽ കുഴപ്പമുണ്ടാക്കണം. ദേ പെണ്ണെ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇത് അവസാനത്തെ ചാൻസാ. നിന്റെ മിടുക്ക് പോലെ ഇരിക്കും കാര്യങ്ങള്. നാ ചെല്ല്. ഇത് പിടിക്കും എന്നിട്ട് ചെല്ലങ്ങോട്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ചെല്ലങ്ങോട്ട്. നല്ല കുട്ടിയല്ലേ? എന്നാലും നിർമ്മലെ, സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം മോളെ വേറൊരാണിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് ഇച്ചിരി നാണം കെട്ട ഏർപ്പാടല്ലേ? ആഹാ, ഞാൻ ആ നാണക്കിടങ്ങ് സഹിച്ചു. മോളെ ആരുടെയെങ്കിലും കൂടെ കെട്ടിച്ചുവിടാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത ഒരച്ഛന് ഇപ്പൊ പ്രത്യേകിച്ചൊരു അഭിമാന ബോധമൊന്നും പൊട്ടിമുളയ്ക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാരും കൂടി ഇതൊക്കെ ചെയ്തേ, എന്നിട്ട് ഈ നേരത്ത് മാറിക്കളഞ്ഞാലുണ്ടല്ലോ. ഞാൻ മറന്നൊന്നുമില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യും.